നല്ല മധുരമുള്ള ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചക്ക നല്ലോണം വൃത്തിയാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 2 ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അലിയിക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമ്മൾക്ക് ഏലക്കായയും കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ, ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനതിലേക്ക് 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച ശർക്കരേനെ ശ്രദ്ധിക്കണം, കാരണം അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രമാണ്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നില്ല, തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോവരുതേ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. കാരണം എനിക്ക് ഇങ്ങനത്തെ പല അബദ്ധങ്ങളും പറ്റുന്നതാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ചേർത്തിട്ട് ഈ ചക്ക ഒന്ന് വാട്ടിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ നല്ലോണം ഇളക്കിയെടുത്താൽ തന്നെ ഇത് ഇവിടെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാത്രമില്ലേ, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഫ്രണ്ട് ജസ്ലിയും അവളുടെ മമ്മയും പപ്പയൊക്കെ വരുമ്പം എനിക്ക് ഗിഫ്റ്റ് തന്ന പാത്രമാണ്. ഇത് മാത്രമല്ല വേറെയുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാത്രം ഉപയോഗിക്കുന്നത്, അതും പായസമായിട്ടും ഉണ്ടാക്കിയത്. ഇനി ഈ ചക്ക വാടി വന്നതിലേക്ക് ഞാൻ ശർക്കര ഒഴിച്ച് ഈ ഒരു പരിവാവുന്ന സമയത്ത് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാൽ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പകുതി പണി കഴിഞ്ഞു. പിന്നെ ഇത് വേവിച്ചെടുക്കുക മാത്രമല്ലേ വേണ്ടൂ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായ, ജീരകം, പഞ്ചസാര ഇതൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കുക. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഞാൻ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അവസാനം തേങ്ങയുടെ 1ാം പാൽ ചേർക്കുക. ഇനി ഇത് തിളയ്ക്കാൻ വിടണ്ട, തിളയ്ക്കാതെ ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും ചേർത്ത് കഴിഞ്ഞാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കണ്ടാൽ വിചാരിക്കും നല്ല ലൂസാണ്, പക്ഷേ തണുത്ത് കഴിഞ്ഞാൽ റെഡി ആട്ടോ. അപ്പോൾ പായസം റെഡി ആയി കേട്ടോ.